ചെങ്കള വരെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം തലപ്പാടി മുതൽ കാസർഗോഡ് വരെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്തേക്ക് അവിടെ ഇപ്പം ഷോൾഡറിന് വേണ്ടി ലൈൻ ഇട്ടുകൊണ്ടിരിക്കട്ടെ. അവിടെ വീതി കൂട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് ആറുവരിപ്പാതയുടെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കി നിങ്ങൾ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുന്ന് ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഫുള്ള് പണികൾ പൂർത്തിയായ റോഡിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ഫസ്റ്റ് റീച്ച് രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ളതാണ്. പിന്നെ ഇതാണ് ഇപ്പോൾ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള. അപ്പോൾ ഭയങ്കരമായ ഒരു കോമ്പറ്റീഷൻ നടക്കണ മാതിരിയാണ് ആരാണ് ആദ്യം പണികൾ പൂർത്തിയാക്കുക എന്നുള്ളത്. എന്തായാലും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് നല്ലതാണ്. കാരണം എത്രയും വേഗം നമ്മളെ കേരളത്തിലെ ദേശീയപാത 66 പണികൾ പൂർത്തീകരിക്കുമല്ലോ. എന്തായാലും ഞാൻ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലുള്ള വർക്കുകളുടെ അപ്ഡേഷന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് കണ്ടു വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനം കമന്റ് ബോക്സിൽ എഴുതണം. ആരാണ് പണികൾ ആദ്യം പൂർത്തിയാക്കുക എന്നുള്ളത്. 2025 മെയ് ആകുമ്പോഴത്തേക്കും തുറന്നു കൊടുക്കുന്ന ആരായിരിക്കും ഫസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയിരിക്കട്ടെ. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ വർക്ക് നടക്കുന്നുണ്ട് പല ഭാഗത്തും. കണ്ടവിടെ ഒരു വ്യത്യാസം കണ്ടോ നിങ്ങൾ. ഒരു ഭാഗത്ത് മൂന്നുവരിപ്പാത വരുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഇല്ലാതെ കേട്ടോ. പിന്നീട് മറുഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ ട്രാഫിക് റൂൾസിന്റെ കാര്യങ്ങളാണ്. കാരണം ഇങ്ങനത്തെ വളവുകളിലാണ് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരിക. അവിടെ നിന്ന് വെച്ച് ഓവർടേക്ക് ചെയ്യാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ആറുവരിപ്പാതയാണ് മക്കളെ, ശ്രദ്ധിച്ചു പോവുക. കാരണം അത്രയും സ്പീഡിലാണ് ഓരോ വാഹനങ്ങൾ വരാൻ പോകുന്നത്. 100 കിലോമീറ്റർ സ്പീഡാണ് നമ്മളെ നാഷണൽ ഹൈവേയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞു. ഈ ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നടപ്പാത വരുന്നത് കേട്ടോ. അതിന്റെ വർക്കുകൾ കുറച്ച് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർലോക്കിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ട് എപ്പോഴും ഇവിടെ വാഹനങ്ങൾ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ആ ബൈക്കുകാരൻ പോകണമെന്ന് നോക്കിയാൽ നിങ്ങൾ രണ്ടാമത്തെ ട്രാക്കിലാണ് ആ ബൈക്കുകാരൻ പോകുന്നത്. അത്രയും കൂടി ആൾക്കറിയില്ല ഫസ്റ്റ് ട്രാക്കിലേക്ക് പോകണത്. പിന്നെ ചില ആളുകളുടെ ചിന്ത ഉണ്ട്, ലാസ്റ്റ് ട്രാക്ക് ഒഴിഞ്ഞു കിടക്കല്ലേ, അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. ലാസ്റ്റ് ട്രാക്ക് കൂടെ ഒരിക്കലും പോകരുത്. കാരണം അതൊക്കെ എമർജൻസി ട്രാക്കുകളാണ്. അതിനിടെ കൂടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഇതാണ് മഞ്ചേശ്വരം അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിന്റെ മുകൾ ഭാഗത്തൂടെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രാഫിക് റൂൾസിന്റെ കാര്യം പറയുകയാണെങ്കിലോ, നമ്മൾ ആറുവരിപ്പാതയിൽ കൂടെ പോകുന്ന സമയത്ത് 2 ട്രാക്ക് മാത്രമേ നമുക്ക് മാക്സിമം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഈ രണ്ടാമത്തെ ട്രാക്കിലുള്ള വാഹനത്തിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ മൂന്നാമത്തെ ട്രാക്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ. മൂന്നാമത്തെ ട്രാക്കിൽ ഓവർടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് പഴയ ട്രാക്കിൽ തന്നെ വരണം കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഗ്യാപ്പ് ഇല്ലാത്ത ലൈനുകൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരിക്കലും ഓവർടേക്ക് ചെയ്യരുത് കേട്ടോ. അത്രയും ഡേഞ്ചറാണ് ആ ഭാഗത്ത് ഓവർടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ലൈൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി അടുത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മെർജിംഗ് പോയിന്റുകളിലാണ്. മെർജിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് തന്നെ എൻട്രിയും എക്സിറ്റും വരുന്നില്ല. ഒരു സ്ഥലത്ത് കൂടെ എൻട്രി ആണെങ്കിൽ പിന്നീട് വേറെ സ്ഥലത്ത് നിന്നായിരിക്കും എക്സിറ്റ് വരിക. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഹസാർഡ് ലൈനൊക്കെ ഉണ്ട്. അതിന്റെ മുകൾ ഭാഗത്തോടെ വാഹനം ഓടിക്കരുത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഇവിടെയൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഊരാളുങ്കലാണ് ഈ ഭാഗത്തെ വർക്ക് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പറയാൻ മറന്നാണ്. ഊരാളുങ്കലാണ് ഈ ഭാഗത്തെ വർക്ക് എടുത്തിരിക്കുന്നത്. ഏകദേശം 39 കിലോമീറ്റർ ആണ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ദൂരം. പിന്നെ കേരളത്തിന്റെ ദേശീയപാത 66 വികസനത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണിലെ പാലം വരുന്നത് നമ്മളെ കാസർഗോഡ് ടൗണിലാട്ടോ. 6 വരിപ്പാതയാണ്. 4 വരിപ്പാത പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ 6 വരിപ്പാത വരുന്ന ഒറ്റത്തൂണിലെ പാലം കാസർഗോഡ് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ മറ്റൊരു അത്ഭുതമാണ് 2 കിലോമീറ്റർ വരുന്ന വയഡക്റ്റ് ബ്രിഡ്ജ്. അത് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിലുമാണ്. അതുകൂടാതെ അരൂർ തുറവൂർ എലിവേറ്റഡ് ഫ്ലൈ ഓവർ 13 കിലോമീറ്റർ. ഈ 3 പാലങ്ങളാണ് നമ്മളെ കേരളത്തിലെ ഹൈലൈറ്റ് ആയി വന്നിരിക്കുന്നത് ദേശീയപാത 66 വികസനം വന്ന സമയത്ത്. അപ്പോൾ ഇത് ഹൊസങ്കടി കേട്ടോ. ഹൊസങ്കടി ഒരു ഓവർപാസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൊസങ്കടി ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുകൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ നടക്കാനുണ്ട്. ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ. താഴ്ത്തു നോക്കിയാൽ നിങ്ങൾ ലൈൻ മാർക്കിംഗ് ഒരു ഭാഗം കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ലൈൻ മാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് അധിക സ്ഥലത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും ഉള്ളത്. അവിടെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത പ്രദേശത്ത് പൂർണ്ണമായിട്ട് സോയിൽ നെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മണ്ണിന് വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള സ്ഥലത്ത് മാത്രമേ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും സോയിൽ നെയിലിംഗും ഷോർട്ട് ക്രീറ്റിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. കണ്ട ഇവിടെയൊക്കെ ഇനിയും കുറച്ച് ഭാഗത്ത് മാത്രമേ ലൈൻ മാർക്കിംഗ് നടക്കാനുള്ളൂ. പിന്നീട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. നോക്കി നിങ്ങൾ എത്ര മനോഹരമായിരിക്കുന്നു ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ സമയത്ത് റോഡ് കണ്ട കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പം ലൈറ്റും കൂടിയും പ്രകാശിച്ച് കഴിഞ്ഞാൽ ഇതൊരു വേറെ ലെവലായി മാറും കേട്ടോ.
ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഡിവൈഡറിൻ്റെ കളർ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ കളർ ശരിക്കും വെള്ളയും കറുപ്പ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓടിയിട്ട് പുക അടിച്ചിട്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഉപ്പള പാലമാണ്. അപ്പം നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 3 വരിപ്പാത തന്നെയാണ്. പുതിയ പാലം, പഴയ പാലം 2 വരിപ്പാത തന്നെയാണ്. ഭയങ്കരമായിട്ടൊരു മാറ്റമാണ് ഞാൻ പല സ്ഥലത്തും കണ്ടു. കാരണം 1 വർഷത്തിന് ശേഷമാണല്ലോ ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. അന്നൊക്കെ ഇതിൻ്റെ വർക്കുകളുടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉപ്പള പാലം കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഷോൾഡറിൻ്റെ ലൈൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ട നിങ്ങൾ 2 ഭാഗത്തും ഇനി ക്രാഷ് ബാരൻ്റെ അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ പെയിൻറ്റിങ് വർക്ക് നടക്കാനുണ്ട്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പള പാലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗം കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഉപ്പള ടൗണിൽ വന്ന ഫ്ലൈ ഓവർ. ഈ ഉപ്പള ടൗണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗണാണ്. അതുപോലെ തന്നെ നല്ല നീളം കൂടിയ ടൗണാണ്. ഇവിടെയൊക്കെ ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്തുണ്ടല്ലോ റോഡിൻ്റെ സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പൂർണ്ണമായിട്ട് വെട്ടി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉപ്പള ടൗൺ കവർ ചെയ്ത് പോകുന്നത്. പൂർണ്ണമായിട്ട് എലിവേറ്റഡ് രീതിയിലുള്ള ഫ്ലൈ ഓവർ കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നത് വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു അണ്ടർപാസ് വരികയാണെന്നുണ്ടല്ലോ വല്ലാതെ ബുദ്ധിമുട്ടി തന്നെ. കാരണം 2 ഭാഗത്തുള്ള ജനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട്. മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇതേമാതിരി വലിയ വലിയ ടൗണിലൊക്കെ അണ്ടർപാസ് വന്നിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം 2 ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് ഏകദേശം കിലോമീറ്ററോളം അവർക്ക് ചുറ്റിക്കറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നത് ഉപ്പളക്കാർക്ക് ഏറ്റവും വലിയൊരു ഗുണകരമായ കാര്യം. നോക്കി നിങ്ങൾ സർവീസ് റോഡിൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ. അപ്പോൾ ഈ ഫ്ലൈ ഓവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഗതാഗതക്കുരുക്ക് ഒഴിവാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ഫ്ലൈ ഓവറിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഒരു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. CTSBൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഡിവൈഡറിൻ്റെയും ക്രാഷ് ബാരറിൻ്റെയും പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ടാറിംഗ് പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ കേട്ടോ. അതുകൂടാതെ മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശങ്ങൾക്ക് വേണ്ടി 2 ഭാഗത്തും RE ബ്ലോക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിലും ഇപ്പം നമ്മൾ കാണുന്ന കാസർഗോഡ്, കണ്ണൂർ ഭാഗത്തൊക്കെ അധിക സ്ഥലത്തും RE പാനലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാളുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ഉപ്പള ടൗണിൽ വന്ന എലിവേറ്റഡ് ഫ്ലൈ ഓവറിനനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ കവർ ചെയ്ത് പോകുന്നു കേട്ടോ. കണ്ടിവിടെയൊക്കെ നോക്കി അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തോന്നുന്നുണ്ട്. വലതു ഭാഗത്ത് കണ്ടോ നിങ്ങൾ, അവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് തരുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ചെറിയൊരു അണ്ടർപാസ് കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം മുകൾ ഭാഗത്തോടെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ കാസർഗോഡ് ഭാഗത്ത് കണ്ടൊരു പ്രത്യേകത എന്താ എനിക്കറിയോ, വലിയ അണ്ടർപാസ് ഉണ്ടെങ്കിലും അതിൻ്റെ അപ്രോച്ച് റോഡ് കടന്നു പോകുന്ന കുറച്ച് ദൂരം കൂടുതലാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തു കൂടെ ഒരു പെഡസ്ട്രിയൻ പാസേജ് കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ ഇതുപോലെ ജംഗ്ഷനിൽ വന്ന അണ്ടർപാസുകളുണ്ട്. അതിൻ്റെയൊക്കെ അപ്രോച്ചോട് അത്യാവശ്യം നല്ല നീളത്തിൽ കടന്നുകൊണ്ട്, പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെയുള്ള പെഡസ്ട്രിയൽ പാസേജ് ഒന്നുമില്ല. അങ്ങനെ പെഡസ്ട്രിയൽ പാസേജ് വേണമെന്നുണ്ട് കുറേ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നിനൊരു തീരുമാനമായിട്ടില്ല കേട്ടോ. പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലാണ് പണികൾ. ഇനി അവിടെ ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ജംഗ്ഷനുകൾ കഴിഞ്ഞിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ അവർക്കൊരു പ്രതീക്ഷയുള്ളൂ. ഇപ്പം ഈ കാണുന്ന കോൺക്രീറ്റ് വാൾ ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ കണ്ട ഉപ്പള എലിവേറ്റഡ് ഫ്ലൈ ഓവറിനനുബന്ധിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചെറിയ അണ്ടർപാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് അപ്രോച്ചോട് അവസാനിക്കുന്നത്. ഇതാണ് നയാ ബസാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടുന്ന് പിന്നീട് ഫുള്ളായിട്ട് നിങ്ങൾ നോക്കിയാൽ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കണ്ട നിങ്ങൾ ക്രാഷ് ബാരിന് പകരം അവിടെ കോൺക്രീറ്റിന് പോലെ അവിടെ ഫുള്ളായിട്ട് കറുപ്പും വെള്ളയും പെയിൻറ്റ് അടിച്ചിട്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയൊരു പാലം വരുന്നുണ്ട്. 6 വരി പാലമാണ്. ഇതാണ് കുക്കാർ പാലം. ഇതിന് 2 ഭാഗത്തും മുകൾ ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ പൂർണ്ണമായിട്ട് പെയിൻറ്റിങ് വർക്കും ഡിവൈഡറിൻ്റെ വർക്കും ക്രാഷ് ബാരറിൻ്റെ വർക്കും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് ഈ ഭാഗത്ത് കാണാൻ ബാക്കിയുള്ളത്? ഇതിപ്പോൾ സത്യം പറയുന്നത് തന്നെ മിക്കവാറും ഊരാളുങ്ങളിൽ ഈ റീച്ച് ആയിരിക്കും പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് ആദ്യം തുറന്നു കൊടുക്കുക എന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ ഭാഗത്തെ വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ BCൻ്റെ വർക്ക് വരെ കഴിഞ്ഞിരിക്കട്ടെ. ഇനി ഇവിടെ ലൈൻ മാർക്കിങ് നടക്കാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഒരു ഓവർപാസ് വരുന്നത് ബദിയോടാണ്. ബദിയോട് ഓവർപാസിൻ്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഇവിടെ ഡിവൈഡറിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടക്കാണ്ട്. അതുപോലെ തന്നെ 2 ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഡ്രൈനേജ് ആണ്. ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നടപ്പാതയുടെ പണി എന്ന് വെച്ചാൽ ഇൻ്റർലോക്കിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ബന്ദിയോട് ഓവർപാസ് കേട്ടോ. ഓവർപാസിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇതിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരാളുങ്കൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്തും അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്തും കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൂടാതെ ഈ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്ത് ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്.
ഈ പ്രദേശത്തൊക്കെ ഇനി ക്രാഷ് ബാരിയറിനും ഡിവൈഡറിനും പെയിന്റിംഗ് വർക്ക് നടക്കാനുമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ ആരംഭിച്ചിട്ടില്ല. പഴയ 2 വരിപ്പാതയിൽ കൂടിയും 4 വരിപ്പാതയിൽ കൂടിയും വാഹനം ഓടിക്കുന്ന മാതിരി ഈ 6 വരിപ്പാതയിൽ കൂടെ വാഹനം ഓടിക്കാൻ പാടില്ല. ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ മെർജിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മെർജിംഗ് പോയിന്റിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെർജിംഗ് പോയിന്റിൽ എൻട്രിയും എക്സിറ്റും ഒരുമിച്ച് ഒരിക്കലും വരികയില്ല കേട്ടോ. ഒരു സ്ഥലത്ത് എൻട്രി ആണെങ്കിൽ ഒരു സ്ഥലത്ത് എക്സിറ്റ് ആയിരിക്കും. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മെർജിംഗ് പോയിന്റിൽ നിന്നും എക്സിറ്റ് എടുക്കാൻ കേട്ടോ. ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ജനങ്ങൾ കണ്ടമാനുള്ള സ്ഥലത്തും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫൂട്ട് ഓവർ ബ്രിഡ്ജുകൾ വേണമെന്നുണ്ട്. പല സ്ഥലത്തും പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. കാരണം ഈ ഹോസ്പിറ്റലുകൾ, സ്കൂളുകളൊക്കെ വന്ന സ്ഥലത്ത് ജനങ്ങൾക്ക് 2 ഭാഗത്തും കടന്നു പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കിലോമീറ്ററോളം അവർക്ക് സഞ്ചരിക്കേണ്ടി വരും. ആ സ്ഥലത്ത് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. മലപ്പുറം ജില്ലയിൽ ഇതുവരെയായിട്ട് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ഭാഗത്തും കാസർഗോഡ് ഭാഗത്തും ഇപ്പം നമ്മൾ ഏകദേശം 2 കണ്ടു കഴിഞ്ഞു. എന്തായാലും വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. റോഡിന്റെ പണി നടക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നടക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ട നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ ക്രാഷ് ബാരിന്റെ അവിടെ ബദലായിട്ട് അവർ നേരെ ചുമരിൽ ഫുള്ളായിട്ട് പെയിന്റ് അടിച്ച് വെച്ചിരിക്കട്ടോ. അത് ഈ ഭാഗത്തും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയ ഒരു കുന്നും പ്രദേശം വരുന്നു. ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ 6 വരിപ്പാതയുടെ വീതിയിലെ വൈഡനിങ് നടന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ബിസിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡറിന്റെയും ക്രാഷ് ബാരിന്റെയും പെയിന്റിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലം വരുന്നുണ്ട്. ഇതാണ് ഷിറിയ പാലം. ഷിറിയ പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ പാലം 3 വരിപ്പാതയാണ്. പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ BM മാത്രമേ ചെയ്തിട്ടുള്ളൂ, BC ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ നിങ്ങൾ, നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിരുന്ന പുതിയ പാലം, പുതിയ പാലത്തിനോട് ചേർന്നിട്ട് അതിന് നടപ്പാതയുണ്ട് കേട്ടോ. അപ്പോൾ പഴയ പാലം പല സ്ഥലത്തും ഇതേമാതിരി നിലനിർത്തിയിട്ട് റീഹാബിലിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. മലപ്പുറം ജില്ലയിൽ തന്നെ ഇതേമാതിരി പാലങ്ങളൊക്കെ, പഴയ പാലം 2 വരിപ്പാതയാണ്, അതേമാതിരി തന്നെ നിലനിർത്തുന്നുണ്ട്. പുതിയ പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിംഗ് മാത്രമുള്ളൂ. ഇത് ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്തുള്ള പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടു നിങ്ങൾ, അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വാള നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് വെച്ചാൽ നിലവിലെ പാലത്തിന്റെ മറുഭാഗത്ത് ഒരു റെയിൽവേ മേൽപ്പാലവും കടന്നു പോകുന്നുണ്ട് കേട്ടോ, പുഴയ്ക്ക് കുറുകെ. എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയില്ലേ, 2 പാലങ്ങളും ഒരു ഒറ്റ സ്ക്രീനിലായിട്ട് കിട്ടിയിരിക്കുന്നത്. പഴയ പാലം പുതുക്കിപ്പണിയെന്ന് കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതിന് റീഹാബിലിറ്റേഷൻ എന്നാ പറയട്ടെ. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് പൂർണ്ണമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടത്തെ മാതിരി 2 വരിപ്പാതയിൽ കൂടിയും 4 വരിപ്പാതയിൽ കൂടിയും വാഹനം ഓടിച്ച മാതിരിയല്ല 6 വരിപ്പാതയിൽ കൂടെ യാത്ര ചെയ്യേണ്ടത് കേട്ടോ. കറക്റ്റായിട്ട് നിയമം പാലിച്ച് യാത്ര ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ കാരണം മറ്റുള്ള ഒരാളുകൂടിയും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ടവിടെ ഇപ്പോൾ നിങ്ങൾ പഴയ പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 6 വരിപ്പാതയുള്ള വീതിയിലെ ടാറിങ് കഴിഞ്ഞിരിക്കും. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണി നടക്കാനുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് ഇതേമാതിരി സോയിൽ സപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിൻ്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ നടപ്പാതയുടെ പണികൾ നടക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് ഡിവൈഡറിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട്. അതിനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നിട്ടുണ്ട്. 2 ഭാഗത്തുമുള്ള ക്രാഷ് ബാരിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നീട് ലൈൻ മാർക്കിംഗ് ആണ് ഇനി മെയിനായിട്ട് ഈ ഭാഗത്ത് നടക്കാനുള്ളത് കേട്ടോ. ഏകദേശം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ തലപ്പാടി മുതൽ ഉപ്പള വരെയുള്ള ലൈൻ മാർക്കിംഗ് ആണ് കാര്യമായിട്ട് തീർത്തിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കും എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇവിടെ പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. മെയിനായിട്ട് ഇനി ലൈൻ മാർക്കിംഗ് മാത്രമേ കാസർഗോഡ് റീച്ചിൽ ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് നമ്മളെ ഒറ്റത്തൂണിലുള്ള 6 വരിപ്പാലത്തിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൻ്റെ 100% പണികളും പൂർത്തീകരിച്ചിട്ടുണ്ടാവും. ഈ കുമ്പള പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാലവും പുതിയ പാലം തന്നെ കേട്ടോ. ഒരു ഭാഗത്ത് 3 വരിയും മറുഭാഗത്ത് 3 വരി കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡൊക്കെ വിരിക്കണുണ്ടാവും. ഇതിനുണ്ട് നടപ്പാത 2 ഭാഗത്തും ഉണ്ട് കേട്ടോ. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള പാലങ്ങൾക്ക് നടപ്പാത ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ജനങ്ങൾക്ക് മറുഭാഗം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഈ അപ്രോച്ച് റോഡിൻ്റെ പണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അപ്രോച്ച് റോഡിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലാണ്, അല്ലാണ്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒന്നുമല്ല. ഇതിന് മുകൾ ഭാഗത്ത് ഇനി ടാറിങ്ങിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞാൽ പണികൾ പൂർത്തീകരിച്ചു. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട്. കുറച്ച് ഭാഗത്ത് വലത് ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇടത് ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു. പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് കുമ്പള ടൗൺ വരുന്നുണ്ട്. ഈ കുമ്പള ടൗണിൽ ഒരു അണ്ടർപാസ് ഉണ്ട്.
ഞാൻ ഇതിനു മുൻപ് കുമ്പള ഭാഗത്ത് വന്നിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുമ്പള ബദിയെടുക്ക മുള്ളേരി റോഡ് കടന്നു പോകുന്നുണ്ട്. ഒരു അടിപൊളി റോഡാട്ടോ. അതിന്റെ ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുക, കണ്ടു നോക്കിട്ടോ. ഒരു 1.5 റോഡ് തന്നെയാണ്. ഈ കുമ്പള അണ്ടർപാസ് വന്നിരിക്കുന്നത് ജംഗ്ഷനിലല്ല, ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടോ. ജംഗ്ഷനിലാണ് പിന്നീട് ഈ അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടന്നിരിക്കുന്നു. ഇവിടെ CTSBന്റെ വർക്കും WMMന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അണ്ടർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചതിന് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള അപ്രോച്ച് റോഡിന്റെ പണികൾ ആദ്യ ലെയർ ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 2 ഭാഗത്തുള്ള ക്രാഷ് ബാരറും സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്, അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഇവിടെ നടപ്പാതയുടെ പണികൾ കഴിഞ്ഞിരിക്കുന്നു. ഇന്റർലോക്കിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡിന്റെ ഡ്രൈനേജിന്റെ വർക്കും പൂർത്തീകരിക്കും. കുറച്ച് ഭാഗത്ത് മാത്രമേ ഇന്റർലോക്കിന്റെ വർക്ക് നടക്കാനുള്ളൂ കേട്ടോ. നല്ല ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഈ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡുകൾക്കാണ് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ, ഇവിടെയൊക്കെ RE പാനലിന്റെ വർക്കാണ് നടക്കുന്നത്. RE പാനലിന്റെ വർക്ക് കണ്ടിട്ട് കർബ് വന്നിട്ടുണ്ട്. കർബ് വന്നിട്ട് സർവീസ് റോഡ് ഡ്രൈനേജ് കഴിഞ്ഞിട്ടാണ് പിന്നീട് പല സ്ഥലത്തും നടപ്പാതകൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത് മൊഗ്രാൾ പാലം ആട്ടോ. മൊഗ്രാൾ പാലം എത്തുന്നതിന് മുൻപുള്ള റോഡാണിത്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് BC ചെയ്താണ്. ക്രാഷ് ബാരറിന്റെ പെയിന്റിംഗ് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഡിവൈഡറിന്റെ പെയിന്റിംഗ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മൊഗ്രാൾ പാലം വരുന്നത്. അപ്പോൾ നിലവിലെ പാലത്തിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിന്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ പാലത്തിനും ഒരു സൈഡിലായിട്ട് നടപ്പാത ഉണ്ട് കേട്ടോ. വലതു ഭാഗത്തുള്ള പഴയ പാലമാണ്. പഴയ പാലം പുതുക്കി പണികൾ